നമ്മുടെ വൈറലായ ഫെയറി ഹൗസിന്റെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടപ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അതിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ വീട്ടില് ചേച്ചിയുടെ മോള് ആകെ ഓണായി. ടുറ്റു അതുണ്ടാക്ക് എന്നായി. അപ്പൊ പിന്നെ അത് തന്നെ ഉണ്ടാക്കാം. സംഭവം പെർഫെക്റ്റ് അല്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. വൈറ്റ് സിമെന്റ് എടുത്ത് അത് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒരു പോർഷൻ ഉണ്ടാക്കി അതിൽ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്ത കുറച്ച് പോർഷൻ എടുത്തിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അത് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോഴൊക്കെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇത്ര നീളം വേണ്ടാത്തതുകൊണ്ട് കുറച്ച് പോർഷൻ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ഉള്ളിലും ചെറുതായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാധനത്തിൽ ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അത് അതിലും കൂടെ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടു ഇതുപോലെ. അപ്പം ഉണങ്ങി കഴിയുമ്പോൾ ഇത് സെറ്റായിട്ട് അവിടെ ഇരുന്നു. ഇതിൽ ഒരെണ്ണം പോരാ, നമുക്ക് ഒരെണ്ണം കൂടെ വേണം. ഇപ്പോൾ ഉറച്ചിരിക്കുമെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ ഉറച്ചിരിക്കും. ഏകദേശം ഒരു പോർഷൻ ആയിട്ടുണ്ട്. പണി കഴിഞ്ഞില്ല, ഇനി നമുക്ക് താഴോട്ടുള്ള പോർഷനും കൂടെ വേണം. അതിന് ഇതുപോലെ ഞാൻ വൈറ്റ് സിമെന്റ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. റിപ്പീറ്റ്, മറ്റേ കമ്പി എടുക്കുക, അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ചെറിയ ചെറിയ കുറച്ച് വൈറ്റ് സിമെന്റ് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് 4 സൈഡിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇത് ഇപ്പോൾ പൊക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും. ഉണക്കാൻ വെക്കുന്നതിന് മുന്നേ ഒരു പെൻസിൽ എടുത്തിട്ട് ഞാൻ ഇതുപോലെ കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. മൂക്കില്ല, കാലും കൈയൊക്കെ കണ്ടോ, അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉണക്കി ഇരുത്തുന്ന രീതിയിൽ ഉണക്കിയാൽ അത് കറക്റ്റ് ആവും. ഇനി ഏകദേശം ഒരു സ്കിൻ കളർ നമുക്ക് വേണം. അതിനു വേണ്ടി കുറച്ച് ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫേസ് അതുപോലെ കൈ കാല ആ പോർഷനിലൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ കണ്ണ് ഒഴിച്ചിട്ട് പെയിന്റ് ചെയ്യാന്ന് വെച്ചു, പിന്നെ ഓർത്ത് പിന്നെ വരച്ചെടുത്താൽ പോരെ. ഇനി നമുക്ക് ബോഡിക്ക് പെയിന്റ് ചെയ്യണം. ഞാനിവിടെ പിങ്ക് ആണ് ചൂസ് ചെയ്തേക്കുന്നത്, ഏത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, ഇനി ഒരു CD മാർക്കർ എടുത്ത് നമ്മുടെ കണ്ണ് മൂക്കില്ല എഗെയിൻ അവിടെയെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ണിനകത്തൊരു കൃഷ്ണമണിയും കൂടെ വേണം. അതുപോലെ കുറച്ച് പല്ല് വേണം. അത് ഞാൻ വൈറ്റ് പെയിന്റ് വെച്ച് വരച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലബൂബു ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തോന്നിയോ എന്തോ, ഇല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇഷ്ടമായി ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.